صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരന്മാരെ 27ാമത്തെ ജുസ്ഇൽ പ്രതിപാദിച്ച വിഷയങ്ങളെ സംബന്ധിച്ചാണ് ചെറിയ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ സൂറത്ത് തുടങ്ങുന്നത് സൂറത്തു ദാരിയാത്തിലെ പകുതി മുതലാണ്. സൂറത്തു ദാരിയാത്തിൻ്റെ പകുതി 26ാമത്തെ ജുസ്ഇൻ്റെ അവസാന ഭാഗമാണ്. ഈ ജുസ്ഇൽ അടങ്ങിയിരിക്കുന്ന സൂറത്തുകൾ 7 സൂറത്തുകളാണ് ഈ ജുസ്ഇൽ അടങ്ങിയിരിക്കുന്നത്. സൂറത്തു ദാരിയാത്തിൻ്റെ പകുതിയും സൂറത്തു തൂറും സൂറത്തുൽ നജ്മും സൂറത്തുൽ ഖമറും സൂറത്തു റഹ്മാൻ സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഹദീദ്, ഇത്രയും സൂറത്തുകളാണ് ഈ ജുസ്ഇൽ അടങ്ങിയിരിക്കുന്നത്. സൂറത്തു ദാരിയാത്തിലെ 30 ആയത്തുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജുസ് 26-ൽ ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ജുസ്ഇൽ വന്ന ആകെ ആയത്തുകൾ 339 ആയത്തുകളാണ്. ഈ ജുസ്ഇൽ 26 ദാരിയാത്തിൽ വന്നത് കൂടാതെ ഇതിൽ 6 സൂറത്തുകൾ മക്കിയും സൂറത്തുൽ ഹദീദ് മദനിയുമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഹദീദിനെ എണ്ണപ്പെടുന്നത് മുസബ്ബിഹാത്ത്, സൂറത്തുൽ മുസബ്ബിഹാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ യുസബ്ബിഹു അല്ലെങ്കിൽ സബ്ബഹ എന്നൊക്കെ തുടങ്ങി അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾക്കാണ് സൂറത്തുൽ മുസബ്ബിഹാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് 7 സൂറത്തുകളാണ്. സൂറത്തുൽ ഇസ്രാ, സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ഹശ്ർ, സൂറത്തു സുഫ്, സൂറത്തുൽ ജുമുഅ, സൂറത്തു തഗാബുൻ, സൂറത്തുൽ അഅല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ജുസ്ഇൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. ഇനി സൂറത്തു ദാരിയാത്ത് എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ സൂറത്തു ദാരിയാത്ത് 1 മുതൽ 5 വരെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റുകൾ, മേഘങ്ങൾ, കപ്പലുകൾ, മലക്കുകൾ എന്നിവ കൊണ്ട് സത്യം ചെയ്ത് പരലോകവും അതുപോലെ തന്നെ പ്രതിഫല നടപടിയും സംഭവിക്കുമെന്ന് സ്ഥാപിക്കുന്ന കാര്യമാണ് ഈ 1 മുതൽ 5 വരെ ആയത്തുകളിൽ അള്ളാഹു ഈ സൂറത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് 15 മുതൽ 19 വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളായ ആളുകൾക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അവരുടെ ജീവിത ശൈലിയും പടച്ച തമ്പുരാൻ വിശദീകരിക്കുന്നുണ്ട്. 24ാമത്തെ ആയത്ത് മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുത്ത് വന്ന അതിഥികളായ മലക്കുകളെ സംബന്ധിച്ചാണ് വിവരിക്കുന്നത്. 31 മുതൽ 37 വരെ അതേ അതിഥികൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുത്ത് വന്ന അതിഥികൾ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയെ നശിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട മലക്കുകൾ കൂടിയാണ്. അപ്പോൾ ആ ഒരു സംഭവം കൂടി അതിൻ്റെ തുടർച്ചയായി പറയുന്നുണ്ട്. 38 മുതൽ 40 വരെ മൂസാ നബി അലൈഹിസ്സലാമയെ ഫിർഔനിലേക്ക് നിയോഗിച്ച സംഭവമാണ് എടുത്തു പറയുന്നത്. അതേപോലെ തന്നെ അവരുടെ സമുദ്രത്തിൽ മുക്കിക്കൊന്ന ആ സംഭവങ്ങളൊക്കെ ചുരുക്കി വിവരിക്കുന്നുണ്ട്. അതേപോലെ 41 മുതൽ 42 വരെ 41, 42 ആയത്തുകളിൽ ആദ് സമുദായത്തെ ബാധിച്ച ശിക്ഷയെ സംബന്ധിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. 43 മുതൽ 45 വരെ സമൂദ് ഗോത്രത്തിന് സംഭവിച്ച അപജയവും അവർക്ക് ബാധിച്ച ശിക്ഷയെ സംബന്ധിച്ചുമാണ് വിശദീകരിക്കുന്നത്. 47 മുതൽ 55 വരെ ആകാശഭൂമികളുടെ സംവിധാനത്തെ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്തിൽ 56ാമത്തെ വചനത്തിൽ മനുഷ്യ ജിന്ന് വർഗങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ പ്രഥമ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വിശദീകരിക്കുന്നുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ.
അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ആ ആയത്തിൽ 56-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ശേഷം അവിശ്വാസികളായ ആളുകൾക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയും അവരുടെ പര്യവസാനത്തെ സംബന്ധിച്ച് അവർക്കുള്ളൊരു താക്കീതോടു കൂടിയാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് പടച്ച തമ്പുരാൻ. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ആ സൂറത്ത് ദാരിയാത്തിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ സൂറത്ത് തൂർ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മക്കിയാണ്. ആ സൂറത്തിൽ 52-ാമത്തെ സൂറത്താണ്. 49 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. സൂറത്ത് തുടങ്ങുന്നത് തന്നെ 5 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ്. ആ 5 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് പടച്ച തമ്പുരാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നത് റബ്ബിൻ്റെ ശിക്ഷ തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ആണയിട്ട് പറയുകയാണ്. 9 മുതൽ 10 ആയത്തുകളിൽ ഖിയാമത്ത് നാളിൽ ആകാശത്തിനും അതുപോലെ തന്നെ പർവ്വതങ്ങൾക്കുമൊക്കെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് പടച്ച തമ്പുരാൻ വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ 11 മുതൽ 16 വരെ അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹുവിനെയൊക്കെ കളവാക്കിയ വ്യാജന്മാർക്കുള്ള നരക ശിക്ഷയെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. 17 മുതൽ 28 വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളായ ആളുകൾക്ക് സ്വർഗത്തിലെ വളരെ അനുഗ്രഹീതമായ ജീവിതത്തെ സംബന്ധിച്ച് പടച്ച തമ്പുരാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. 29 മുതൽ 47 വരെ സത്യനിഷേധികളുടെ ജൽപ്പനങ്ങളും അവർക്കുള്ള മറുപടിയും അവർക്കുള്ള ശിക്ഷയുമൊക്കെയാണ് ആ വിഷയത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 48 മുതൽ 49 വരെ പ്രവാചകനോട് ക്ഷമിക്കാനും താങ്കൾ അള്ളാഹുവിൻ്റെ കാവലിനാണ്, അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക, തസ്ബീഹ് ചൊല്ലുക എന്ന് ഉണർത്തിക്കൊണ്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ സൂറത്തിലെ ആകത്തുക. അടുത്ത സൂറത്തുൻ നജ്മാണ്. മക്കിയാണ്. 53-ാമത്തെ സൂറത്താണ്. 62 ആയത്തുകളാണ് ആ സൂറത്തിലുള്ളത്. സൂറത്തിൻ്റെ തുടക്കം നക്ഷത്രത്തെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത്. തൊട്ടടുത്ത ആയത്തിൽ 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വഴിപിഴച്ചിട്ടില്ല, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അബദ്ധങ്ങളും പിണഞ്ഞിട്ടില്ല എന്ന് പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആയത്ത് വിശദീകരിക്കുന്നു. 5 മുതൽ 18 വരെ ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സാക്ഷാൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതും അതുപോലെ തന്നെ മിഅ്റാജ് യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. 19-20 ആയത്തിൽ ലാത്ത, ഉസ്സ, മനാത്ത് തുടങ്ങിയ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 21-ൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മക്കൾ സ്ഥാപിച്ചു കൊടുത്തുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ പെൺമക്കളൊക്കെ മലക്കുകളൊക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് അവർക്കൊരു ആക്ഷേപമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അഭിപ്രായമുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തിരുത്തുകയാണ് പടച്ച തമ്പുരാൻ, അതിനെ പരിഹസിക്കുകയാണ്. 21-ൽ നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമോ എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. 32-ൽ വൻ പാപങ്ങളിൽ നിന്നും നീചവൃത്തിയിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ആഹ്വാനമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന വൻപാപങ്ങളും അതുപോലെ തന്നെ വളരെ നീചമായ മോശപ്പെട്ട കാര്യങ്ങളുമൊക്കെ ലമമായ ചിലപ്പോൾ ചില ചില്ലറ തെറ്റുകളോ അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കാം. അതൊഴികെ ബാക്കിയുള്ള കബായിറുകൾ, വലിയ വലിയ മഹാപാപങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 32-ാമത്തെ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. 36 മുതൽ മൂസാ നബിക്കും ഇബ്രാഹിം നബിക്കും ലഭിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ പ്രസ്താവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ അതിലെ തത്വങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. ആ മൂസാ നബിക്കും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്കും എല്ലാം നൽകിയ അതേ തത്വങ്ങളും അതേ സിദ്ധാന്തങ്ങളും ആശയങ്ങളും തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലൂടെയും നൽകിയിട്ടുള്ളത് എന്ന് പ്രവാചകനെ ഉണർത്തുകയാണ്. 50 മുതൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായ
3 സമുദായത്തെ പടച്ച തമ്പുരാൻ എടുത്ത് പറയുന്നുണ്ട്. ആദ് സമുദായവും സമൂദ് ഗോത്രവും അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമയുടെ സമുദായവും. ഈ സൂറത്ത് അവസാനിക്കുന്നത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുക, അള്ളാഹുവിനെ ആരാധന ചെയ്യുക എന്ന ആഹ്വാനത്തോടു കൂടിയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ഇനി നമ്മൾ സൂറത്തുൽ ഖമർ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതും സൂറത്ത് മക്കിയാണ്, 54-ാമത്തെ സൂറത്താണ്. 55 ആയത്തുകളാണ് ആ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. തുടക്കം അന്ത്യദിനം അടുത്തു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് പടച്ച തമ്പുരാൻ ഈ സൂറത്തുൽ ഖമർ തുടങ്ങുന്നത്. തുടർന്ന് 8 വരെയുള്ള ആയത്തുകളിൽ പരലോകം, മനുഷ്യൻ ഖബറുകളിൽ നിന്നും പുറത്തു വരുന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് ആ ആയത്തുകളിൽ 8 വരെയുള്ള ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത്. 9 മുതൽ നൂഹ് നബിയുടെ ജനതയെക്കുറിച്ച്, നൂഹ് നബിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളുമൊക്കെ കപ്പലിൽ രക്ഷപ്പെടുത്തിയ ആ സംഭവം ആ ആയത്തുകളിൽ പറയുന്നുണ്ട്. 17 മുതൽ ഖുർആൻ പഠിക്കാൻ എളുപ്പമാണ്, തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം നമ്മളോട് പടച്ച തമ്പുരാൻ ചോദിക്കുന്നു. ശുദ്ധ ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്, ആരാണ് അതിന് തയ്യാറുള്ളത് എന്ന തരത്തിലുള്ള ഒരു ചോദ്യം നമ്മളോടൊക്കെ പടച്ച തമ്പുരാൻ ചോദിക്കുന്നു. 18, 19, 20 ആദ് ഗോത്രത്തിൻ്റെ പതനവും അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്ത ശിക്ഷയെയും വിശദീകരിക്കുന്നുണ്ട്. 23 സമൂദ് ഗോത്രത്തിൻ്റെ ശിക്ഷയും സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്തായ ഒട്ടകത്തെ സംബന്ധിച്ചുമൊക്കെ പറയുന്നുണ്ട്. 33 മുതൽ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തിന് സംഭവിച്ച അപജയവും അവർക്കുള്ള ശിക്ഷയും പറയുന്നുണ്ട്. 41 മുതൽ ഫറോവയെക്കുറിച്ചും അവരുടെ ശിക്ഷയെ സംബന്ധിച്ചും പറയുന്നുണ്ട്. 47 മുതൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തമ്മാടികളായി മുജ്രിമീങ്ങളായ കുറ്റവാളികളായ ആളുകളുടെ നരക ശിക്ഷയെ സംബന്ധിച്ചും വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളായ ആളുകളുടെ സ്വർഗീയ ജീവിതവും അള്ളാഹുവിൻ്റെ രാജാധിപത്യത്തിൻ്റെ പ്രാധാന്യവും പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സൂറത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സൂറത്തു റഹ്മാനാണ്, മക്കിയാണ്, 55-ാമത്തെ സൂറത്താണ്. 78 ആയത്തുകളാണ് സൂറത്തു റഹ്മാനിലുള്ളത്. ഈ സൂറത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറൂസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മണവാട്ടി അല്ലെങ്കിൽ പുതുനാരി എന്ന നിലക്ക് അറൂസുൽ ഖുർആൻ എന്ന പേരിൽ ഈ സൂറത്ത് പറയപ്പെടാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബിനെ, ആ ഒരു ഇസ്മ കൊണ്ടാണ് ഈ സൂറത്തിൻ്റെ തുടക്കം. 5 മുതൽ 12 വരെ സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ തന്നെ സസ്യങ്ങൾ, ആകാശം, തുലാസ്, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. 13 മുതൽ മനുഷ്യരോടും ജിന്നുവർഗത്തോടുമുള്ള ഒരു ചോദ്യമാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു, ഇനി നിങ്ങൾ അള്ളാഹുവിൻ്റെ എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ രണ്ടുപേരും, ജിന്നുവർഗവും മനുഷ്യവർഗവും, നിങ്ങൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ കളവാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. വിശ്വസിക്കാൻ എമ്പാടും തെളിവുകളും അതുപോലെ തന്നെ കാര്യങ്ങളുമൊക്കെ നൽകിയിട്ടും നിങ്ങൾ ഇനിയും അവിശ്വസിക്കുകയാണോ, കളവാക്കുകയാണോ എന്നർത്ഥം. 14, 15 ആയത്തിൽ മനുഷ്യനെ മണ്ണിൽ നിന്നും ജിന്നിനെ തീജ്വാലയിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. 41 മുതൽ കുറ്റവാളികളും അവരുടെ ശിക്ഷയും, 46 മുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ ഉദാരതയുമൊക്കെ വാഴ്ത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അടുത്ത സൂറത്ത് 56-ാമത്തെ സൂറത്ത് സൂറത്തുൽ വാഖിഅ, മക്കിയാണ്. 96 ആയത്തുകളാണ് ആ സൂറത്തിലുള്ളത്. 1 മുതൽ 7 വരെ ഖിയാമത്ത് നാളും അതിൻ്റെ ഭയാനകതയെയും സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. 10 മുതൽ 2 വിഭാഗക്കാരായി തിരിച്ച്, ഒന്ന് വലതുപക്ഷക്കാരും
അവരുടെ സ്വർഗീയ ജീവിതത്തെ സംബന്ധിച്ചും അള്ളാഹു വിശദീകരിക്കുന്നു. 41 മുതൽ ഇടതുപക്ഷക്കാരെ കുറിച്ച് അവരുടെ ശിക്ഷയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന തെറ്റുകാരായി താന്തോന്നികളായി ജീവിക്കുന്ന ആളുകളും അവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചുമാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. 58 മുതൽ 62 വരെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, മരണം, ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 63 മുതൽ കൃഷി, വിള, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പടച്ചതമ്പുരാൻ പറയുന്നു. 68 മുതൽ ഇതിനൊക്കെ ആവശ്യമായ കുടിവെള്ളത്തെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ജീവനും അതുപോലെ തന്നെ സസ്യലതാദികളും കൃഷികളുമൊക്കെ ഉണ്ടാവാൻ നിമിത്തമായ അല്ലെങ്കിൽ ആവശ്യമായ വെള്ളത്തെ സംബന്ധിച്ച്, മഴയെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 71 മുതൽ മനുഷ്യന് ഭക്ഷണം പാകം ചെയ്യാനുള്ള തീയിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 75 മുതൽ നക്ഷത്ര പതന സ്ഥാനങ്ങളെ സത്യം ചെയ്തുകൊണ്ട് ഇന്നഹു ലഖുർആനുൻ കരീം, വിശുദ്ധ ഖുർആൻ തീർച്ചയായും അത് മഹത്വപ്പെട്ടത് തന്നെയാകുന്നു. ആളുകൾ ധരിച്ചു വെച്ചതുപോലെ ആരുടെയോ ജൽപ്പനങ്ങളോ അല്ലെങ്കിൽ കെട്ടുകഥകളോ അല്ല, മറിച്ച് ഇന്നഹു ലഖുർആനുൻ കരീം എന്ന് പടച്ചതമ്പുരാൻ വളരെ കൃത്യമായി ആണയിട്ട് പറയുകയാണ്. 88 മുതൽ സജ്ജനങ്ങൾക്കുള്ള നേട്ടങ്ങൾ, പരലോകത്ത് ലഭിക്കാനുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചും 92 മുതൽ ദുർമാർഗികളുടെ അവസ്ഥയും അവർക്കുള്ള ശിക്ഷയെയും സംബന്ധിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ സ്തോത്ര കീർത്തനങ്ങൾ നടത്തുക എന്ന ആഹ്വാനത്തോടു കൂടിയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അവസാനമായി ഈ ജുസയിൽ വന്ന സൂറത്തുൽ ഹദീദാണ്. 57-ാമത്തെ വചനമാണ്. 29 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 1 മുതൽ 2 വചനങ്ങളിൽ സകല വസ്തുക്കളും അള്ളാഹുവിന് സ്തുതി കീർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്നുള്ള നിലക്ക്. അതുകൊണ്ടാണ് ഈ സൂറത്ത് മുസബ്ബിഹാത്തിൽ എണ്ണപ്പെട്ടിട്ടുള്ളത്. 3 മുതൽ അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ചാണ് 3-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നത്. 4 മുതൽ 4-ാമത്തെ ആയത്തിൽ 6 ദിവസങ്ങളിലായി ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നാണ്. അള്ളാഹു ആകാശങ്ങളെയും അതുപോലെ തന്നെ ഭൂമിയെയും സൃഷ്ടിച്ചത് 6 ദിവസങ്ങളായി എന്ന് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 6-ാമത്തെ വചനത്തിൽ രാപ്പകല്ലുകളുടെ മാറി മാറി വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും 7-8 ആയത്തിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, അള്ളാഹുവിലും പ്രവാചകനിലുമൊക്കെ വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എടുത്തു പറയുന്നുണ്ട്. 9-ാമത്തെ ആയത്തിൽ മനുഷ്യരെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹിദായത്ത് കിട്ടുന്നത്, കൊടുക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എന്ന് വിശദീകരിക്കുന്നു. 10-11 ആയത്തിൽ ധനവിനിയോഗത്തിൻ്റെ പ്രാധാന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈവശം തന്ന സമ്പത്ത് അത് വിനിയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് 10-11 ആയത്തുകളിൽ വിശദീകരിക്കുന്നത്. 13-15 വരെയുള്ള ആയത്തുകളിൽ കപടവിശ്വാസികളുടെ പരലോകത്തുള്ള അവരുടെ ആ വിലാപത്തെ എടുത്ത് പറയുന്നുണ്ട്. 16-ാമത്തെ ആയത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാൻ വിശ്വാസികൾക്ക് സമയമായില്ലേ എന്ന ചോദ്യം. ഈ ജുസ്ഇൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വിശ്വാസികളായ ആളുകളോട് പടച്ചതമ്പുരാൻ ചോദിക്കുന്നു. അലം യഅ്നിലില്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലേ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാനും അവൻ സത്യമായി ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചൊക്കെ ഓർക്കാനുമൊക്കെ സമയമായില്ലേ, ഇനി എങ്ങോട്ടാണ് നീട്ടിവെക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ചോദ്യം. 18-ാമത്തെ ആയത്തിൽ സമ്പത്ത് അള്ളാഹുവിന് കടം കൊടുക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നത്, അതിന് പടച്ചതമ്പുരാൻ കടം കൊടുക്കുക എന്ന ഒരു പ്രയോഗം അവിടെ നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. 20-ാമത്തെ വചനത്തിൽ ഐഹിക ജീവിതത്തിൻ്റെ ഉപമ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ ഈ ജനനം മുതൽ മരണം വരെയുള്ള അല്ലെങ്കിൽ ആ ഒരു 4-5 ഘട്ടങ്ങൾ ആ ആയത്തിൽ പടച്ചതമ്പുരാൻ വിശദീകരിക്കുന്നുണ്ട്. 21-ാമത്തെ ആയത്തിൽ സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും നിങ്ങൾ ആവേശത്തോടെ മുന്നോട്ട് വരാനുള്ള ആഹ്വാനമാണ്. ജീവിതത്തിൽ വന്ന തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ അത് പുറത്ത് ലഭിച്ച് നല്ല മനസ്സിൻ്റെ ഉടമയായി നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവേശത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ള ആഹ്വാനമാണ് ആ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. 22-23 വചനങ്ങളിൽ
അള്ളാഹുവിലുള്ള ഖളാ ഖദറിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. 24 ബുഖലിനെ സംബന്ധിച്ച്, പിശുക്കിനെ സംബന്ധിച്ച് അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. 25 മനുഷ്യൻ നീതിമുറ തെറ്റാതെ നിലകൊള്ളാനുള്ള ആഹ്വാനം. ആരോടായിരുന്നാലും ശരി, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നീതിയുക്തമായിട്ടായിരിക്കണം അവൻ പെരുമാറേണ്ടത് എന്നുള്ള ആഹ്വാനം ആ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഫളില്, അത് ഔദാര്യം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അവൻ മഹത്തായ അനുഗ്രഹമുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശേഷണങ്ങളോട് കൂടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഈ ജുസ്ഇലെ 7 സൂറത്തുകളിൽ വന്ന ചില ഏകദേശമുള്ള ഒരാകത്തുകയാണ്, ആ വിഷയ ആകത്തുകയാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين والصلاة والسلام على خاتم الأنبياء والرسل ومن تبعهم بإحسان إلى يوم الدين أما بعد. تقوى عباد الله. ഇബാദത്ത്, അർത്ഥം, വ്യാഖ്യാനം എന്ന വിഷയത്തെക്കുറിച്ചാണ് വളരെ ഹ്രസ്വമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരഖിലവും മനുഷ്യ സമൂഹത്തോട് ആഹ്വാനം ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന ആഹ്വാനം. സൂറത്ത് നഹ്ലിലെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. തീർച്ചയായും ഓരോ സമുദായത്തിലേക്കും നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണം എന്ന് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ പ്രവാചകന്മാരെ നാം നിയോഗിച്ചത് എന്ന് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇതേ ആശയം വരുന്ന സൂറത്ത് അംബിയായിലെ മറ്റൊരു സൂക്തമാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ഞാനല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്നും അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്നും ബോധന നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല എന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ലോകത്ത് വന്ന പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. മനുഷ്യ ജിന്ന് വർഗങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായിക്കൊണ്ട് ഈ ഭാഗത്ത് വരുന്ന സൂറത്ത് ദാരിയാത്തിലെ 56-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ്. ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ മുഖ്യമായ ലക്ഷ്യം എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആശയമാണ്. അതിൻ്റെ താല്പര്യം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹതപ്പെട്ടവനായി അല്ലാഹുവല്ലാതെ മറ്റൊരുത്തനുമില്ല, മറ്റൊരു ശക്തിയുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ താല്പര്യം. അഥവാ ഇബാദത്ത് എടുക്കപ്പെടുവാൻ, ഇബാദത്ത് ചെയ്യപ്പെടുവാൻ അർഹതപ്പെട്ടവനായി അല്ലാഹുവല്ലാതെ മറ്റൊരു ശക്തിയുമില്ല എന്നതാണ്. അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് നൽകുകയാണ് എങ്കിൽ അത് ശിർക്കായിത്തീരും. കാരണം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് ഇബാദത്ത്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, സൂറത്ത് ഇസ്രായിലെ 23-ാമത്തെ വചനം. നിന്റെ നാഥൻ
രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, വിധിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, അവനെയല്ലാതെ അല്ലാഹുവിനെയല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അഥവാ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഒരു സംഗതിയാണ് ഇബാദത്ത്. ഇതേ ആശയം തന്നെ അള്ളാഹു പറയുന്നു, യാ ഇബാദിയല്ലദീന ആമനു ഇന്ന അർളി വാസിഅത്തുൻ ഫഇയ്യായ ഫഅ്ബുദൂൻ. വിശ്വാസികളായ എൻ്റെ ദാസന്മാരെ, എൻ്റെ അടിമകളെ, ഇന്ന അർളി വാസിഅ, എൻ്റെ ഭൂമി വളരെ വിശാലമാണ്, അതിനാൽ ഫഇയ്യായ ഫഅ്ബുദൂൻ, എന്നെ മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കുക, എനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് നൽകണം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണം എന്ന് പറഞ്ഞ കാര്യമാണ് ഇബാദത്ത്. വിശ്വാസികൾ നമസ്കാരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന ഭാഗത്തും നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നത് എന്നാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് മാത്രം നൽകണം, സമർപ്പിക്കണം എന്ന് പറയുന്ന ഇബാദത്ത്, അത് ഒരു വിശ്വാസി അനുഷ്ഠിക്കുന്നതിലൂടെ അവൻ കൃത്യമായ ഏകദൈവ വിശ്വാസിയായി തീരുകയും, എന്നാൽ ഇബാദത്തിൻ്റെ അംശം അള്ളാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിക്കുന്നതിലൂടെ അവൻ ബഹുദൈവ വിശ്വാസി, മുശ്രിക്കായി മാറുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ കാര്യം എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇബാദത്ത്? അത് നമ്മൾ ഒരുപാട് നിർവചനങ്ങൾ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, പല പണ്ഡിതന്മാരുടെയും ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഉദ്ധരണികളും അതേപോലെ തന്നെ ഓരോ നിർവചനങ്ങളുമൊക്കെ മനുഷ്യസാധ്യമായ ചില നിർവചനങ്ങൾ മാത്രമാണ്. കൃത്യമായിക്കൊണ്ട് സങ്കുചിതത്വമില്ലാതെ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണത്തിൽ നിന്നുമാണ് എന്താണ് ഇബാദത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു നിന്നും ഉദ്ധരിക്കപ്പെടുന്ന, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അനി നുഅ്മാൻ ഇബ്നു ബഷീർ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആയാണ്, പ്രാർത്ഥനയാണ് ആരാധന, ദുആ ആണ് ഇബാദത്ത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അവസാനിപ്പിച്ചില്ല, അതിന് തെളിവെന്നോണം വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം പാരായണം ചെയ്തു. ثم قرأ وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ, അസ്തജിബു ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യാം. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, നേരത്തെ പറഞ്ഞ ദുആയിനെ കുറിച്ച് ഇബാദത്ത് എന്നാണ് പിന്നീട് അള്ളാഹു പ്രയോഗിച്ചത്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് അഹങ്കരിക്കുന്നവരാരോ അവർ നിന്ദ്യരായി നരകത്തിൽ പിന്നീട് പ്രവേശിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ഇബാദത്ത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിക്കുകയാണ്. ഈ നിർവചനത്തിൽ നമ്മൾ ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇതേ ആശയത്തെ തന്നെ പ്രമുഖ പണ്ഡിതനായിട്ടുള്ള തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു കവിത സമാഹാരമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാൻ അവർ പറയുന്നു നബിയിൽ നിന്ന്, അതുമാത്രമല്ല ഇബാദത്തിനത് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് തഴവ അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന കവിതയിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രാർത്ഥനയാണ് ഇബാദത്ത് എന്ന്, അത് ഇബാദത്തിൻ്റെ മജ്ജയാണ് എന്നും നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, പ്രാർത്ഥന ഇല്ലാത്ത ഒന്നും ഇബാദത്താവുകയില്ല എന്നതാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു സംഗതിയും ഇബാദത്താവുകയില്ല. ആരാധനയും അതേപോലെ തന്നെ അനുസരണവും അടിമവേലയും ഇബാദത്താണ് എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ചില രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി ചില വ്യാഖ്യാനങ്ങൾ കടന്നു വരാറുണ്ട്. ഇവിടെ ഈ വ്യാഖ്യാനങ്ങൾ ശരിയാണോ അല്ലേ എന്നത് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇബാദത്ത് എന്ന പദം മലയാള ഭാഷയിൽ
അതിൻ്റെ ആശയത്തെ പൂർണ്ണമായി കൊണ്ട് ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഒരു പദം നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ആരാധന എന്ന പദമാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുവാൻ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ആരാധന എന്ന അർത്ഥം അതിനോട് യോജിക്കുന്നതാണ്. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുമ്പോൾ തൗഹീദും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കുമ്പോൾ ശിർക്കുമായി തീരുന്ന ഒരു സംഗതിയാണ് ഇബാദത്ത് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ആരാധനയുടെ അർത്ഥം അനുസരണം എന്നാണ് പറയുന്നത് എങ്കിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നതായിട്ട് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഇത്താഅത്ത് ചെയ്യണം, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം. വ അത്തിഉർ റസൂൽ, അള്ളാഹുവിൻ്റെ ദൂതനെ റസൂലിനെയും നിങ്ങൾ ഇത്താഅത്ത് ചെയ്യണം, അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒന്നാണ് ഇബാദത്ത് എന്ന് നാം മനസ്സിലാക്കി. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്ത്, അതിൻ്റെ ആശയം അനുസരണം എന്നാണ് എങ്കിൽ പ്രവാചകനെ അനുസരിക്കുന്നത് ശരിയാവുകയില്ല. ആ അർത്ഥത്തിലാണെങ്കിൽ, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒന്നാണെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് മുത്തിഉർ റസൂലി മുഅ്മിൻ, പ്രവാചകന് ഇത്താഅത്ത് ചെയ്യുന്നവൻ വിശ്വാസിയാണ്, മുസ്ലിമാണ്, മുഅ്മിനാണ്. എന്നാൽ ആബിദുർ റസൂലി മുശ്രിക്, പ്രവാചകന് ഇബാദത്ത് ചെയ്യുന്നവൻ മുശ്രിക്കാണ്. പ്രവാചകന് ഇബാദത്ത് ചെയ്യുന്നവൻ മുശ്രിക്കും പ്രവാചകന് ഇത്വാഅത്ത് ചെയ്യുന്നവൻ മുഅ്മിനുമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആരാധനയിൽ ചിലപ്പോൾ അഥവാ ഇബാദത്തിൽ ചിലപ്പോൾ അനുസരണമുണ്ടാകും. അനുസരണമില്ലാതെയും ചിലപ്പോൾ ആരാധന മാത്രം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് വമൻ സഅമ അന്നഹ ത്വഅ ഫഖദ് അഖ്തഅ, ആരെങ്കിലും ഇബാദത്ത് എന്ന് പറയുന്നത് അനുസരണമാണ് എന്ന് ജൽപ്പിക്കുകയാണ് എങ്കിൽ അവൻ അബദ്ധം പിണഞ്ഞിരിക്കുന്നു. ഇബാദത്ത് എന്നത് ത്വാഅത്താണ്, അനുസരണമാണ് എന്ന് ആരെങ്കിലും ജൽപ്പിക്കുന്നുവെങ്കിൽ അവൻ അബദ്ധം പിണഞ്ഞിരിക്കുന്നു. കാരണം ലിഅന്ന ജമാഅത്തൻ അബദുൽ മലായികത വൽ മസീഹ വൽ അസ്നാം, കാരണം ചില വിഭാഗങ്ങൾ, ചില സമൂഹങ്ങൾ മലക്കുകളെയും വിഗ്രഹങ്ങളെയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഒക്കെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ വമാ അത്വാഉഹും, അവർക്കവർ ഇത്വാഅത്ത് ചെയ്തിട്ടില്ല. കാരണം മലക്കുകളെ അവർ അനുസരിച്ചിട്ടില്ല, മലക്കുകൾ അവരെ ആരാധിക്കുവാൻ വേണ്ടി അവരോട് നിർദ്ദേശിച്ചിട്ടില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരമല്ല, അദ്ദേഹത്തിനോടുള്ള അനുസരണം എന്ന നിലക്കല്ല അദ്ദേഹത്തെ പല ആളുകളും ആരാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇത്വാഅത്തില്ലാതെ തന്നെ ഇവിടെ ഇബാദത്ത് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ആരാധനയില്ലാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിലും അനുസരണമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. പ്രവാചകൻ പറയുന്നു, അലാ ഇന്ന ശൈത്വാന ഖദ് ഐസ അൻ യുഅബദ ഫീ ബലദികും ഹാദാ അബദാ, അറിയുക, നിങ്ങളുടെ ഈ നാട്ടിൽ താൻ ആരാധിക്കപ്പെടുന്നതിൽ പിശാച് നിരാശപ്പെട്ടിരിക്കുന്നു. പിശാച് ഇബാദത്ത് ചെയ്യപ്പെടുന്നതിൽ നിന്ന് നിരാശപ്പെട്ടിരിക്കുന്നു. വലാകിൻ സയകൂനു ലഹു ത്വഅ, പക്ഷെ അവന് ത്വഅത്തുണ്ടാവും, അനുസരണമുണ്ടാകും. ഫീ ബഅദി മാ തഹ്തഖിറൂന മിൻ അഅ്മാലികും, നിങ്ങൾ നിസ്സാരമായി ഗണിക്കുന്ന, നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങളിൽ അവന് അനുസരണമുണ്ടാകാം, പക്ഷെ അവന് ഇബാദത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടുകയും ചെയ്യും. ഫയർലാ ബിഹ, അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടുകയും ചെയ്യും. ഇവിടെ നോക്കൂ നിങ്ങൾ, പിശാചിന് ഇബാദത്തുണ്ടാവുകയില്ല എന്നും എന്നാൽ ഇത്വാഅത്തുണ്ടാവും എന്നും ഇവിടെ ഹദീസിൽ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇത് രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഈ ഹദീസ് തന്നെ മതിയാവുന്നതാണ്. മറ്റൊരു വ്യാഖ്യാനം വരുന്നത് അടിമവേല എന്ന അർത്ഥമാണ് ഇതിന് നൽകപ്പെടാറുള്ള മറ്റൊന്ന്. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒന്നാണ് ഇബാദത്ത് എന്ന് നാം മനസ്സിലാക്കി. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുമ്പോൾ തൗഹീദും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുമ്പോൾ ശിർക്കുമായി തീരുന്ന കാര്യമാണ് ഇബാദത്ത് എന്ന് നാം മനസ്സിലാക്കി. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സലാസത്തുൻ ലഹും അജ്റാനി, 3 വിഭാഗം ആളുകൾ,
അവർക്ക് 2 പ്രതിഫലം ലഭിക്കും. 3 വിഭാഗം ആളുകൾക്ക് 2 പ്രതിഫലം ലഭിക്കുന്നതാണ്. ഏതൊക്കെയാണ് വിഭാഗങ്ങൾ എന്ന് പ്രവാചകൻ വിശദീകരിച്ച കൂട്ടത്തിൽ ഒന്നാമതായി പറയുന്നത് റജുലുൻ മിൻ അഹ്ലിൽ കിതാബ് ആമന ബിനബിയിഹി വആമന ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലി കിതാബിൽപ്പെട്ട ഒരു മനുഷ്യൻ, വേദക്കാരിൽപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ തൻ്റെ പ്രവാചകനിൽ വിശ്വസിച്ചു. അതോടൊപ്പം തന്നെ വആമന ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും വിശ്വസിച്ചു. അങ്ങനെയുള്ള ഒരാൾക്ക് 2 പ്രതിഫലം ലഭിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. രണ്ടാമതായി കൊണ്ട് പ്രവാചകൻ എണ്ണിയത് വൽ അബ്ദുൽ മംലൂകു ഇദാ അദ്ദാ ഹഖ്ഖല്ലാഹ് വഹഖ്ഖ മവാലിഹി. ഒരു ഉടമയുടെ കീഴിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അടിമ തൻ്റെ യജമാനനോടും അള്ളാഹുവിനോടുമുള്ള കടമ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവനും 2 പ്രതിഫലം ലഭിക്കുമെന്ന് രണ്ടാമതായി കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒരു ഉടമയുടെ കീഴിൽ ജീവിക്കുന്നത്, ഒരാളുടെ അടിമയാകുന്നത് അത് നിരോധിച്ചിട്ടില്ല എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല സ്വഹാബിമാരും അടിമകളായിരുന്നു അവർ. ചില സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുക്കൽ അടിമകൾ ഉണ്ടായിരുന്നു. അവർ അടിമകളെ കൈവശം വെച്ചിരുന്നു. ഇത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയൊരു സംഗതിയാണ്. അടിമത്തം എന്ന് പറയുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയൊരു സംഗതിയാണ്, എന്നാൽ നിരോധിച്ചിട്ടില്ല. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒരു സംഗതിയാണ് ഇബാദത്ത് എന്നതിനാൽ അവിടെ അടിമവേല എന്ന അർത്ഥം കൂടി നൽകുകയാണ് എങ്കിൽ അയാൾക്ക് 2 പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ തന്നെ ഇബാദത്ത് എന്ന് പറയുന്നതും ഉബൂദിയത്ത് എന്ന് പറയുന്നതും 2 വ്യത്യസ്തമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ അടിമത്തമാണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഭാഷാ നിഘണ്ടുക്കളുടെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രമുഖ ഭാഷാ നിഘണ്ടുവായിട്ടുള്ള ലിസാനുൽ അറബ്, ഇബ്നു മൻദൂറിൻ്റെ ലിസാനുൽ അറബ് എന്ന് പറയുന്ന ഭാഷാ നിഘണ്ടുവിൽ അദ്ദേഹം പറയുന്നത് വഅമ്മാ അബ്ദുൻ ഖദമ മൗലാഹു ഫലാ യുഖാലു അബദഹു. യജമാനന് ഒരാൾ ഖിദ്മത്ത് ചെയ്താൽ, ഒരടിമ വേല ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് ഇബാദത്ത് ചെയ്തു എന്നൊരിക്കലും പറയാവതല്ല. ഒരാൾ അടിമവേല ചെയ്താൽ അതിന് ഇബാദത്ത് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നതല്ല എന്ന് പ്രസിദ്ധമായ ലിസാനുൽ അറബ് എന്ന് പറയുന്ന ഭാഷാ നിഘണ്ടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് തെറ്റായ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു വികലമായ വ്യാഖ്യാനമാണ് ഒരു വസ്തു അതിലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് ഇബാദത്ത്. ഇബാദത്ത് ഇലാഹാണെന്ന് വിശ്വാസമില്ലാതെ ചെയ്താൽ അതിന് കുഴപ്പമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു വസ്തുവിന് സ്വാശ്രയത്വം അഥവാ സമദീയത്ത് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് ഇബാദത്ത് എന്ന ഒരു വീക്ഷണവും ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, വിശദമായിക്കൊണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വ ഇന്ന മിമ്മാ അതഖവ്വഫു അലാ ഉമ്മത്തി അഇമ്മത്തൻ മുളില്ലീന വസതുഅബദു ഖബായിലു മിൻ ഉമ്മത്തി അൽ-ഔസാൻ. തീർച്ചയായും എൻ്റെ സമുദായത്തെപ്പറ്റി ഭയപ്പെടുന്ന കാര്യത്തിൽപ്പെട്ടതാണ് വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാർ എന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ പറയുന്നത് വസതുഅബദു ഖബായിലു മിൻ ഉമ്മത്തി അൽ-ഔസാൻ. എൻ്റെ സമൂഹത്തിൽ ഏതാനും വിഭാഗങ്ങൾ വിഗ്രഹങ്ങൾക്ക് ഇബാദത്തെടുക്കുകയും ചെയ്യും എന്ന്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവർ വിഗ്രഹങ്ങൾക്ക് ഇബാദത്തെടുക്കുമെന്ന്, പിൽക്കാലത്ത് അങ്ങനെ സംഭവിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇബ്നു മാജയും അഹ്മദും ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വികലമായ വിശ്വാസങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, വിഗ്രഹങ്ങൾ സ്വാശ്രയത്വമുള്ളവരാണ് എന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. വിഗ്രഹങ്ങൾ സമദീയത്തുള്ളവരാണ് എന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ അവ ഇലാഹുകളാണെന്നും വിശ്വാസികൾ വിശ്വസിക്കുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വിഗ്രഹങ്ങൾക്ക് സ്വാശ്രയത്വമില്ല. ഇങ്ങനെയുള്ള ഇലാഹാണ് എന്ന വിശ്വാസമില്ലാതെ തന്നെ മരണപ്പെട്ടുപോയ ആളുകളുടെ ഖബറുകൾ, ആ ഖബറുകളെ ആദരിക്കുന്നത്, അവരുടെ ഖബറുകളെ ആദരിക്കുന്നതിലൂടെ അവർ തങ്ങളുടെ ശുപാർശകരായി പരലോകത്ത് വരും എന്ന് വിശ്വസിക്കുകയാണ് എങ്കിൽ അത്തരം വിശ്വാസം
ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസത്തിന് സമാനമാണ് എന്ന് ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ബഹുദൈവ വിശ്വാസികൾ വിഗ്രഹങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് തങ്ങളുടെ പ്രവാചകന്മാരുടെയും അതുപോലെ ആദരണീയമായ വ്യക്തിത്വങ്ങളുടെയും ഒക്കെ രൂപത്തിൽ അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും എന്നിട്ട് അവരെ ആരാധിച്ചു കഴിഞ്ഞാൽ, ആ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ പരലോകത്ത് തങ്ങൾക്ക് ശുപാർശകരായി വരും എന്ന് വിശ്വസിച്ചിരുന്നു ചില ആളുകൾ. അതിന് സമാനമാണ് വനളീറുഹു ഫി ഹാദ സമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റാസി വിശദീകരിക്കുന്നത്. അതിന് സമാനമാണ് ഇക്കാലത്ത് ചില ആളുകൾ ഖബറുകളെ ആദരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഖബറുകളിൽ ഉള്ള ആളുകളെ ആദരിക്കുന്നതിലൂടെ, ഖബറിനെ ആദരിക്കുന്നതിലൂടെ അവർ വിശ്വസിക്കുന്നത് അലഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനുന ശുഫആ ലഹും ഇൻദല്ലാഹ്. അവരെ ആദരിച്ചാൽ അവർ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങളുടെ ശുപാർശകരായി കടന്നു വരും എന്നതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികലമായ ധാരണകൾ, വികലമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നതിൽ നിന്ന് തീർച്ചയായും നമ്മൾ വിട്ടുനിൽക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വികലമായി വെച്ചു പുലർത്തുന്ന മറ്റൊരു വിശ്വാസമാണ് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇബാദത്താണ് എന്ന്. ഒരു മനുഷ്യന് ഇബാദത്തല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. സത്യത്തിൽ അങ്ങനെയുള്ള ഒരു വാദം വരുന്നതിലൂടെ ഇസ്ലാമികമായി കൊണ്ട് ഇസ്ലാമിലെ വിധിവിലക്കുകളിൽ ഹറാമ്, ഹലാല്, അനുവദനീയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിനൊന്നും പ്രസക്തിയില്ലാതെ വരും എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇബാദത്തായ കാര്യങ്ങളുണ്ട്, അല്ലാത്തവയുമുണ്ട്. ഇബാദത്തായ കാര്യങ്ങളുമുണ്ട്, അല്ലാത്തവയുമുണ്ട്. കേവലം അനുവദനീയമായ കാര്യങ്ങളുണ്ട്, നിഷിദ്ധമായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അതിനൊക്കെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായി കൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് പറയുന്നത്, വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്താണ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത് എന്നതാണ് നാം സ്വീകരിക്കേണ്ടത്. അതല്ലാതെ കേവലം ചില നിർവചനങ്ങളുടെ, ചില ഗ്രന്ഥങ്ങളുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിർവചനങ്ങളായിക്കൊണ്ട്, ഇബാദത്തിൻ്റെ നിർവചനങ്ങളായിക്കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട ചില പദങ്ങളിൽ കടിച്ചു തൂങ്ങുന്നതിനേക്കാൾ അപ്പുറം കൃത്യമായ പ്രവാചകൻ്റെയും അള്ളാഹുവിൻ്റെയും വിശദീകരണങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയാവിധം മനസ്സിലാക്കിക്കൊണ്ട് അവധാനതയോടുകൂടി കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ, ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.